തിരുവനന്തപുരം വിമാനത്താവളം മുഖം മിനുക്കാൻ ഒരുങ്ങുകയാണ്. വമ്പൻ സൗകര്യങ്ങളോട് കൂടിയുള്ള ആധുനിക ടെർമിനലാണ് അദാനി ഗ്രൂപ്പിന്റെ മേൽനോട്ടത്തിലുള്ള തലസ്ഥാന നഗരത്തിലെ വിമാനത്താവളത്തിൽ ഒരുങ്ങുന്നത്. ഇപ്പോഴിതാ സംസ്ഥാനത്ത് മറ്റൊരു വിമാനത്താവളം കൂടി മുഖം മിനുക്കി വികസന കുതിപ്പിന് തയ്യാറെടുക്കുകയാണ്. നഷ്ടങ്ങളുടെ കണക്കും അടച്ചുപൂട്ടൽ ഭീഷണിയും നേരിടുന്ന കണ്ണൂർ വിമാനത്താവളമാണ് രണ്ടാം ഘട്ട വികസനത്തിന് തയ്യാറെടുക്കുന്നത്. കണ്ണൂർ വിമാനത്താവളത്തിന്റെ അടുത്ത ഘട്ടത്തിലെ വികസന പ്രവർത്തനങ്ങൾക്കായി ഭൂമി ഏറ്റെടുക്കുന്ന നടപടികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാനുള്ള നടപടികളാണ് സ്വീകരിച്ചിരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. പദ്ധതിയുടെ വിശദമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് മാർച്ച് മാസത്തിൽ തന്നെ ഉന്നതതല യോഗവും വിളിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, അഴീക്കോട് MLA KV സുമേഷ് എന്നിവരുടെ സബ്മിഷന് മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി. കണ്ണൂർ വിമാനത്താവളത്തിനു വേണ്ടി ഒന്നാം ഘട്ടമായി 1113.33 ഏക്കർ ഭൂമി ഏറ്റെടുത്ത കിയാലിന് കൈമാറി. രണ്ടാം ഘട്ടമായി 804.37 ഏക്കർ ഭൂമി ഏറ്റെടുക്കുന്നതിന് നടപടി പുരോഗമിക്കുന്നുണ്ട്. വിമാനത്താവള വികസനത്തിന്റെ ഭാഗമായ വ്യവസായ പാർക്ക് സ്ഥാപിക്കുന്നതിന് 1970.05 ഹെക്ടർ ഭൂമി ഏറ്റെടുക്കേണ്ടതിൽ കോളാരി, കീഴല്ലൂർ വില്ലേജുകളിൽപ്പെട്ട 21.81 ഹെക്ടർ ഭൂമി ഏറ്റെടുത്ത കിൻഫ്രയ്ക്ക് കൈമാറി. കീഴൂർ, പട്ടാനൂർ വില്ലേജുകളിൽപ്പെട്ട 202.34 ഹെക്ടർ ഭൂമി ഏറ്റെടുക്കുന്നതിന് ഫണ്ട് അനുവദിക്കുകയും തുടർ നടപടി സ്വീകരിച്ചു വരികയുമാണ്. വിമാനത്താവള റൺവേയുടെ നീളം 4000 മീറ്ററായി ദീർഘിപ്പിക്കുന്നതിന് കീഴല്ലൂർ വില്ലേജിൽ ഉൾപ്പെടെ 245.33 ഏക്കർ ഭൂമി നോട്ടിഫൈ ചെയ്തിരുന്നു. റൺവേ എക്സ്റ്റൻഷന് 750 കോടി രൂപയും പുനരധിവാസത്തിന് 150 കോടി രൂപയും ഉൾപ്പെടെ 900 കോടി രൂപയുടെ നിർദ്ദേശം കണ്ണൂർ ജില്ലാ കളക്ടർ സമർപ്പിച്ചിട്ടുണ്ട്. ഭൂമി ഏറ്റെടുക്കുമ്പോൾ കുടിയൊഴിപ്പിക്കുന്നവർക്ക് പകരം ഭൂമി അനുവദിക്കുന്നതിന് വ്യവസ്ഥയില്ലാത്തതിനാൽ പ്രത്യേക പാക്കേജ് ശുപാർശ ചെയ്യാൻ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സുരക്ഷിതത്വം കണക്കിലെടുത്ത വിമാനത്താവളത്തിന്റെ കാറ്റഗറി 1 ലൈറ്റിംഗിനായി ഏറ്റെടുത്ത ഭൂമിയോട് അടുത്തുകിടക്കുന്ന 5 കുടുംബങ്ങളുടെ വിമാനത്താവളത്തിന്റെ കാറ്റഗറി 1 ലൈറ്റിംഗിനായി ഏറ്റെടുത്ത ഭൂമിയോട് അടുത്തുകിടക്കുന്ന 5 കുടുംബങ്ങളുടെ 71.85 സെന്റ് ഭൂമി ഏറ്റെടുക്കാൻ ഭരണാനുമതി നൽകിയിരുന്നു. ഈ ഭൂമി ഏറ്റെടുക്കുന്നതിനാവശ്യമായ 4.32 കോടി രൂപ റിലീസ് ചെയ്യുന്നതിന് നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ 14 കുടുംബങ്ങളുടെ കൈവശ ഭൂമിയും വസ്തുവകകളും ഏറ്റെടുക്കുന്നതിനും തത്വത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനായി വിശദ പ്രപ്പോസൽ സമർപ്പിക്കാൻ കണ്ണൂർ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതേസമയം കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന്റെ ഡിജി യാത്രാ പദ്ധതിയിൽ തിരുവനന്തപുരം, മംഗളൂരു രാജ്യാന്തര വിമാനത്താവളങ്ങളെ കൂടി ഉൾപ്പെടുത്തിയതായി അദാനി എയർപോർട്ട്സ് ഹോൾഡിംഗ് ലിമിറ്റഡ് അറിയിച്ചു. സമ്പർക്കരഹിതവും വേഗമേറിയതുമായ യാത്രാനുഭവം ഒരുക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണിതെന്ന് AAHL ഡയറക്ടർ G തദാനി പറഞ്ഞു. യാത്രക്കാരുടെ മുഖം തിരിച്ചറിഞ്ഞ പേപ്പർ രേഖകൾ ഒഴിവാക്കി വിമാനയാത്ര സാധ്യമാക്കുന്ന സംവിധാനമാണിത്. ബയോമെട്രിക് ഡേറ്റ വഴി യാത്രക്കാരുടെ തിരിച്ചറിയൽ രേഖകൾ പരിശോധിച്ചുറപ്പിക്കുന്നതിലൂടെ അധിക സുരക്ഷ ഉറപ്പാക്കും. വിമാനത്താവളത്തിലെ നടപടിക്രമങ്ങളിലുള്ള കാലതാമസം ഡിജി യാത്ര കുറയ്ക്കും. 2 മാസമായി വിമാനത്താവളത്തിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ പ്രവർത്തിപ്പിച്ച സംവിധാനമാണ് ഇപ്പോൾ സ്ഥിരപ്പെടുത്തുന്നത്. വിമാനത്താവളങ്ങളിൽ യാത്രക്കാർക്ക് കടലാസ് രേഖകൾ ഇല്ലാതെ പ്രവേശനം നൽകുന്നതിനായി വ്യോമയാന വകുപ്പ് നടപ്പാക്കുന്ന സംവിധാനമാണിത്. ഫേഷ്യൽ റെക്കഗ്നിഷൻ സംവിധാനം മുഖേനയാണ് യാത്രക്കാരുടെ മുഖം തിരിച്ചറിയുന്നത്. ഡിപ്പാർച്ചർ എൻട്രി പോയിന്റ് ചെക്ക്, സെക്യൂരിറ്റി ചെക്ക്, എയർക്രാഫ്റ്റ് ബോർഡിംഗ് എന്നിവയുൾപ്പെടെയുള്ള പരിശോധനകൾക്ക് യാത്രക്കാരുടെ വിവരങ്ങൾ ഇതുവഴി പ്രോസസ് ചെയ്യും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.